ഉപയോഗിക്കണ്ടേ. പണ്ടത്തെ GoPro പോലെയല്ല, ഇത് നോക്കി വേറെ പാക്കിംഗ് ആണ്. ഇത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോ പ്ലാസ്റ്റിക് ആണ്. കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് വെറൈറ്റി സ്റ്റിക്കേഴ്സും തന്നിട്ടുണ്ട്. ഇത് ഇൻസ്ട്രക്ഷൻ മാനുവലാ. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മുടെ സാധനങ്ങൾ. ആദ്യം തന്നെ നമ്മുടെ GoPro എടുക്കാട്ടോ. ഇതാണ് അതിന്റെ ചാർജിങ് കേബിൾ. ബാറ്ററിയാണ് ഇതിൽ 1900 mAh ബാറ്ററി ആണ് ഉള്ളത്. ഇതിൽ മൗണ്ടിങ് ആക്സസറീസും ഉണ്ട്. ഫ്രണ്ട്സ്, ഇത് മൗണ്ടിങ് ആക്സസറീസും ഇത് പവർ ആക്സസറീസും ആണ്. 13 മുതൽ C ടൈപ്പ് ചാർജിങ് കേബിളാ. നമുക്ക് ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം. ഈ ഭാഗമാണ് അതിന്റെ ലെൻസ്. ക്യാമറ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട്സ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. ഇതിന്റെ അപ്ഡേഷനും ചാർജിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതിന്റെ ഫുൾ റിവ്യൂ. ഫ്രണ്ട്സ്, 13ല് ന്യൂ അപ്ഡേഷൻ മാഗ്നറ്റ് മൗണ്ടിങ്ങും ഉണ്ട്, ട്രഡീഷണൽ മൗണ്ടിങ്ങും ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുവേ. ഞാനിത് ചാർജിൽ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വരാട്ടോ. ഈ ക്യാമറ 5K റെസൊല്യൂഷൻ ആണ്. അതാണ് ഹൈ സ്പീഡ് മെമ്മറി കാർഡ് ഉപയോഗിക്കണ്ടേ. അപ്പൊ നമ്മൾ സാൻഡിസ്കിന്റെ 512 GB മെമ്മറി കാർഡാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ 90 മിനിറ്റ്സ് നമ്മുടെ GoPro ചാർജ് ചെയ്തേ. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഇവിടെയാണ് ഇതിന്റെ ഓണിംഗ് സ്വിച്ച്. ഫ്രണ്ട്സ്, നോക്കൂ. ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യാണ്ട്, ഫോംവെയർ അപ്ഡേറ്റ് ചെയ്യാണ്ട്. എൻ്റെ അടുത്ത വീഡിയോ തൊട്ട് GoPro ആണ് ഞാൻ യൂസ് ചെയ്യണത്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക.